കൈലാസത്തില് നിന്ന് ശിവന് യുദ്ധാവശ്യങ്ങൾക്കായി വിട്ടുനിന്ന സമയം. പാർവതി കുളിക്കാന് പോകുന്ന സമയത്ത് അവിടേക്ക് ആരും കടന്നു വരാതിരിക്കാന് കാവല് നിൽക്കാൻ ആളില്ലാതായി. പാർവതി ദേഹത്തു പുരട്ടാനുള്ള ചന്ദന ചൂർണമെടുത്ത് വെള്ളത്തില് കുഴച്ച് ഒരു ഉണ്ണിയുണ്ടാക്കി അതിന് ജീവന് പകർന്നു. സ്വന്തം പുത്രനായി കരുതി കൈലാസത്തിന് കാവല് നിൽക്കാന് കൽപ്പിച്ചു. ഈ സമയം പരമശിവന് കൈലാസത്തില് തിരിച്ചെത്തുന്നു. ശിവനെ പരിചയമില്ലാത്ത ഗണപതി അകത്ത് കടക്കരുതെന്ന് കൽപ്പിച്ചു. കൈലാസത്തില് മുമ്പൊരിക്കലും ഇങ്ങനെയൊരു ഉണ്ണിയെ കണ്ടിട്ടില്ലാത്ത പരമശിവന് തന്നെ തടയാന് ധൈര്യം കാണിച്ച് കുഞ്ഞിന്റെ തല വെട്ടിമാറ്റി. ഇത് കണ്ട് പാർവതി അവിടെ എത്തുന്നു. കുഞ്ഞിനെ വധിച്ച കാര്യം അറിഞ്ഞ് കോപാകുലയാവുന്നു. കാളീസ്വരൂപം ധരിച്ച് 3 ലോകങ്ങളും ഭസ്മമാക്കാൻ ഒരുങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച് ദേവഗണങ്ങള് ശിവനെ അഭയം പ്രാപിക്കുന്നു. പാർവതിയുടെ കോപം അടക്കാനായി കുഞ്ഞിനെ ജീവിപ്പിക്കാം എന്ന് ശിവന് സമ്മതിക്കുന്നു. പുറത്തേക്കിറങ്ങിയാല് വടക്കോട്ട് തലവച്ച് നിൽക്കുന്ന ആദ്യം കാണുന്ന ജീവിയുടെ തല വെട്ടിയെടുത്തു കൊണ്ടുവരാന് ഭൂതഗണങ്ങളോട് ശിവന് കൽപ്പിക്കുന്നു. ഭൂതഗണങ്ങള് ആദ്യം കണ്ടത് വടക്കോട്ട് തലവച്ച് നിൽക്കുന്ന ആനയാണ്. അവര് ആനത്തല വെട്ടിക്കൊണ്ടുവരികയും ശിവന് കുഞ്ഞിന്റെ കബന്ധത്തില് ആനത്തല വച്ച് ജീവന് പകരുകയും ചെയ്യുന്നു. പാർവതി സന്തോഷത്തോടെ കുഞ്ഞിനെ വാരിപ്പുണരുന്നു. എല്ലാ ഗണങ്ങളുടെയും നാഥനായി പരമശിവന് അവനെ വാഴിക്കുന്നു. അങ്ങനെയാണ് ഗണപതിക്ക് ആനയുടെ തല ഉണ്ടാവുന്നത്. ഒരിക്കല് പാർവതിയും പിന്നീട് ശിവനും ജീവന് പകരുന്നതുകൊണ്ട് ഗണപതി ശിവപാർവതിമാരുടെ മൂത്ത മകനായിത്തീർന്നു. ഓം ഗം ഗണപതയെ നമഃ.